ഇടുക്കി അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ കസ്റ്റഡിയിൽ. കൊല്ലം സ്വദേശികളായ രണ്ടുപേരെ പാലക്കാട് നിന്നാണ് പിടികൂടിയത്. ഫാത്തിമ കാസിമിന്റെ 6 പവന്റെ മാല മോഷ്ടിക്കാനായിരുന്നു കൊലപാതകം. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, മോഷണത്തിന് വേണ്ടി, സ്വർണം മോഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് വ്യക്തമാവുകയാണ്. വിനിത വേണു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പോലീസ് ഇന്നലെ മുതൽ വിശദമായ അന്വേഷണം നടത്തി വരികയായിരുന്നു. കാരണം ആദ്യം കിട്ടിയ ചില പ്രാഥമിക തെളിവുകൾ വാസികളടക്കം നൽകിയിട്ടുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ പരിശോധനയിലേക്കും തെളിവെടുപ്പിലേക്കും ഒപ്പം തന്നെ അന്വേഷണത്തിലേക്കും കടക്കുന്നത്. ഇന്നലെ വീട്ടിൽ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു മരിച്ച നിലയിൽ ഈ ഫാത്തിമ കണ്ടെത്തുന്നത്. തുടർന്ന് മറ്റു തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. ഇന്നാണ് വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ സമീപവാസികളിൽ നിന്ന് സൂചന ലഭിക്കുന്നത്. രണ്ടുപേർ അപരിചിതരായിട്ടുള്ള രണ്ടുപേർ ഇവിടെ വാടക വീട് അന്വേഷിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സൂചന ലഭിക്കുന്നത്. തുടർന്ന് ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വിശദമായി ആരംഭിച്ചു. അതിൽ നിന്നാണ് ഈ കൊല്ലം സ്വദേശികളായ രണ്ടുപേരിലേക്ക് എത്തുന്നത്. കവിത, ഒപ്പം തന്നെ മറ്റൊരു ആൾ അലക്സ് എന്ന് പറയുന്ന ഒരാളിലേക്കും അന്വേഷണം എത്തുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. പിന്നീട് ഇവർ പോയിരിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചാണ് അന്വേഷണം വിശദമായി ഈ കൊല്ലം കിളിമാനൂർ സ്വദേശികളായ പ്രതികളിലേക്ക് എത്തുന്നത്. കൊല്ലത്തു നിന്നാണ് പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് അവരുമായി ഇടുക്കിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. അതിനുശേഷം ഈ സംഭവ സ്ഥലത്തേക്ക് തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകത്തിലേക്ക് ഇവരാണോ നയിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമുക്ക്. ശരി, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്.